ഹായ് ഫ്രണ്ട്സ്, മീ4യു ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് വില്ലേജുകളിൽ നിന്നും ലഭിക്കുന്ന ലൊക്കേഷൻ മാപ്പ് അഥവാ സൈറ്റ് പ്ലാൻ എങ്ങനെ ഓൺലൈനായി അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകുവാനും ലോണിൻ്റെ ആവശ്യങ്ങൾക്കുമായി ബാങ്കുകളിൽ നൽകുവാനുമാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു നിശ്ചിത പ്ലോട്ടിൻ്റെ ഏലുകൾ ഏതൊക്കെയാണെന്നും അവിടേക്ക് വന്നെത്തേണ്ടതും വില്ലേജ് അധികാരികൾ വരച്ചു തരുന്നതാണ് ലൊക്കേഷൻ മാപ്പ് അഥവാ സൈറ്റ് പ്ലാൻ. ഇതിന് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് 200 രൂപയാണ്. ലൈഫ് മിഷൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇത് സമർപ്പിക്കുന്നതിന് ഫീസ് ഇളവുണ്ട്. അതിന് ഈ നിശ്ചിത ഫീസ് നൽകേണ്ടതില്ല. അവർ നേരിട്ട് ഓഫ്ലൈനായി അപേക്ഷ നൽകുന്നതാണ് ഉചിതം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് എൻ്റർ ചെയ്യുക. ഇങ്ങനെ വന്നിരിക്കുന്ന പേജ് ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സിറ്റിസൺ ലോഗിൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന നമ്മുടെ പാസ്വേഡും യൂസർ ഐ ഡിയും ആ ക്യാപ്ചയും കൊടുത്ത് നമ്മൾ സൈനിങ് ചെയ്ത് മുന്നോട്ട് പോകുക. ഇവിടെ നമുക്ക് രജിസ്റ്റർ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് സൈനിങ് ചെയ്യുക. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്ത് പാസ്വേഡും ലോഗിൻ ഐ ഡിയും ക്രിയേറ്റ് ചെയ്യാമെന്ന് നേരത്തെ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കാർട്ടിൽ കൊടുക്കാം. അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ കയറി അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് ആ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു പേജിലേക്ക് നമ്മൾ വന്നു. ഇവിടെ നമ്മൾ കാണാം ഒരുപാട് സർവീസുകളുണ്ട്. ആ സർവീസുകൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഒരുപാട് RM തണ്ടപ്പേര് പകർപ്പ്, ലൊക്കേഷൻ മാപ്പ്, FMB സ്കെച്ച്, തരംമാറ്റം ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ലൊക്കേഷൻ മാപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം താലൂക്ക് സെലക്ട് ചെയ്യുക, വില്ലേജ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ബ്ലോക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സർവേ നമ്പർ ഒരു കോളത്തിലടിക്കുക. അതിൻ്റെ ഇപ്പുറത്ത് സബ് ഡിവിഷൻ നമ്പറാണ്. അത് ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ കൃത്യമായിട്ടുണ്ട്. അത് നോക്കി ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് വ്യൂ ഡീറ്റെയിൽസ് അടിക്കുക. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം അപേക്ഷകൻ്റെ പേര്, അവരുടെ പുരുഷനാണോ അതിനുശേഷം ആ കാണുന്ന ആ കോളങ്ങളെല്ലാം ഫില്ല് ചെയ്യുക. അതെല്ലാം ഫില്ല് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആ എല്ലാത്തിനും റെഡ് മാർക്കുണ്ട്. ആ റെഡ് മാർക്കുള്ളതെല്ലാം കമ്പൾസറി ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സ് അവിടെ കൃത്യമായിട്ട് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പേര്, ലോക്കൽ ബോഡി, അത് കൃത്യമായിട്ട് അവിടെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ആയതുകൊണ്ട് മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അവിടെ പർപ്പസ് ചോദിക്കുന്നുണ്ട്. പർപ്പസ് കാണുന്നിടത്ത് നിങ്ങൾ എവിടേക്കാണ് ഇത് സമർപ്പിക്കുന്നതെന്നാണ്. ഇപ്പോൾ നിങ്ങൾ ബാങ്കിലേക്കാണെങ്കിൽ സബ്മിറ്റഡ് ടു ബാങ്ക് ഇന്ന ബാങ്ക്, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ്, മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ മറ്റ് ഓഫീസ്, കോർപ്പറേഷൻ, മറ്റ് ഓഫീസുകളിലേക്കാണെങ്കിൽ അത് കൃത്യമായിട്ട് ആ പർപ്പസിൻ്റെ ഭാഗത്ത് കാണിക്കുക. അതിനുശേഷം താഴത്തെ കോളത്തിൽ നമ്മുടെ അതിരുകളാണ് അവിടെ കാണിക്കേണ്ടത്. ഏലുകൾ എന്ന് പറയും. അവിടെ നമ്മുടെ ഈസ്റ്റ്, വെസ്റ്റ്, കിഴക്കേ ആരുടെ വസ്തു, അതുപോലെ തന്നെ പടിഞ്ഞാറ് ആരുടെ വസ്തു, തെക്കേ, അങ്ങനെ അത് കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്യുക. ഏതെങ്കിലും ഒരു ലാൻഡ് മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ കൊടുത്തേക്കുക. നമ്മുടെ ഏതെങ്കിലും വീടിനോട് ചേർന്ന ലാൻഡ് മാർക്ക് കൂടെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ ആ ഡീറ്റെയിൽസ് എല്ലാം വന്നു. അത് കൃത്യമായിട്ട് നമ്മൾ വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം പേയ്മെൻറ്റ് നൗ എന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പം വന്ന പോപ്പപ്പ് ക്ലോസ് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ മെത്തേഡാണ് ഇതൊക്കെ. അവിടെ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുക്കുക. അവിടെ 200 രൂപയാണ് ഫീസ് കാണിക്കുന്നത്. അതിന് നമുക്ക് പല ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇതിപ്പം ഗേറ്റ് വേ 1 തിരഞ്ഞെടുത്തു. എന്നിട്ട് പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ ഒരു GRN നമ്പർ വന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് എന്തെങ്കിലും ക്യാഷ് ട്രാൻസാക്ഷൻ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ നമുക്കത് ഉപകാരപ്പെടും. അതിനുശേഷം ഞാൻ UPI വഴി പണം അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. ആ UPI ID അടിച്ചിട്ട് വെരിഫൈ ചെയ്ത് പേ നൗ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആ അടച്ച റെസിപ്റ്റ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാണാൻ കഴിയുന്നതാണ്. ഇതാണ് നമ്മൾ ലൊക്കേഷൻ മാപ്പിന് അടച്ച ഫീസ്. അവിടെ ഇടയിൽ ആ കോളത്തിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു തണ്ടപ്പേർ പകർപ്പിൻ്റെ കോപ്പി പോലെയാണ് അത് കിട്ടുന്നത്. ആ ലൊക്കേഷൻ മാപ്പിന് നമ്മൾ 200 അടച്ചു. ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് അടച്ച് റെസിപ്റ്റ് കൈപ്പറ്റുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.